ഇന്നേ ഒരു കൊച്ചു വീഡിയോ ആണ്. ചിക്കുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. നാട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും പിന്നെ മേക്കപ്പ് ട്രയലിൻ്റെയും മെഹന്തിയുടെയും വിശേഷങ്ങളൊക്കെയാണ്. എൻഗേജ്മെൻറ്റ് 2 ദിവസം മുന്നേ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ട്രയൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ആദ്യം വന്നൊന്ന് സെറ്റ് ചെയ്ത് ഒക്കെ നോക്കും എങ്ങനെയാണ് വേണ്ടത്, അപ്പം ചിക്കുവിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് അതിനനുസരിച്ച് അവർ മേക്കപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണ്. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്തു തരുവേ. ആഷ്ന എന്നാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 2-3 ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ചിക്കു തന്നെയാണ് ഈ ഒരു സ്റ്റൈൽ പറഞ്ഞത്, ഇങ്ങനെ മതിയെന്ന്. ഓപ്പൺ ആയിട്ട് ഇടാനാണ് ഹെയർ, ചെറുതായിട്ടൊന്ന് ഒതുക്കി വെക്കുക വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഫേസ് മേക്കപ്പ് ചെയ്യാണ്. ഫുള്ളായിട്ടൊന്നും ചെയ്യില്ല കേട്ടോ, ഒരു കുറച്ച് ഭാഗം, ഒരു സൈഡ് മാത്രമൊക്കെ ഒന്ന് ചെയ്ത് ഏത് രീതിയിൽ വേണം എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനും മനസ്സിലാക്കാം, നമുക്കും മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും ഫൈനൽ ലുക്ക് എന്നൊക്കെ ഉള്ളത്. ഇപ്പം സാധാരണ മേക്കപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ എയർ ബ്രഷ് മേക്കപ്പ് ആയിരിക്കും നമ്മൾ എൻഗേജ്മെൻറ്റ് ഡേ ചെയ്യുക. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു തരും ഇന്ന് എയർ ബ്രഷ് മേക്കപ്പ് ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും, അല്ലാത്ത രീതിയിലുള്ള മേക്കപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. എയർ ബ്രഷ് മേക്കപ്പ് ആകുന്ന സമയത്ത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും. ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത ഒരു ഫീലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കായിരിക്കും. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. ചിക്കു അതേ പറയുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനല്ലാതായി പോകരുത് എന്ന്. അപ്പോൾ ആ ഒരു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഹങ്കയുടെ ഷോളും കൂടിയൊക്കെ എടുത്ത് വെച്ച് അതിനനുസരിച്ച് ഐ ഷാഡോ ഒക്കെ ആ കളറൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ലൊരു മേക്കപ്പ് ലുക്കാണ്. കുറച്ച് ഭാഗം, ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മുഴുവൻ ചെയ്തിട്ടില്ല. അതുപോലെ ലെൻസ് വെക്കേണ്ടെന്ന് ചിക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആഷ്ന പോയി ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് നമ്മൾ എല്ലാവരും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയനും സൈതറിനും കൂടി നമ്മുടെ സിറ്റിംഗ് റൂമിൻ്റെ കോർണറിലായിട്ടൊരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പണ്ട് നമ്മൾ അക്വേറിയം പോലെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, മീനൊക്കെ വളർത്താലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി നല്ല പാടാന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടി ഒഴിവാക്കി കുറച്ച് ബബിൾസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അനിയൻ വന്ന സമയത്ത് അതൊന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞ് ഫ്ലവറിൻ്റെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് അതിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കു അവിടെ ഹാൻഡ് റെയിൽസും അതിൻ്റെ അവിടെയുള്ള ഫ്ലവേഴ്സും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പരിപാടികളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെഹന്തി ഇടാനുള്ള കുട്ടി വന്നു കേട്ടോ. ചിക്കുവിൻ്റെ ഫ്രണ്ടാണ്. സാധാരണ മെഹന്തി കല്യാണത്തിന് ആണ് ഇടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്കറിയില്ല. അപ്പോൾ ചിക്കുവിന് പക്ഷേ മെഹന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ അന്നേ പറയുന്നുണ്ട് എനിക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മെഹന്തി ഇടണം എന്ന്. അപ്പോൾ പിന്നെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ ഫ്രണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇടുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് മെഹന്തിയുടെ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കഴിവുള്ള ഒരു മോളാണ്. പിന്നെ ഇത് ഒരു 2-3 മണിക്കൂറിന് ശേഷം ചുരണ്ടി കളയാനാണ് പറഞ്ഞത്. വെള്ളം കൊണ്ട് കഴുകണ്ടെന്ന് പറഞ്ഞു, ജസ്റ്റ് ചുരണ്ടി കളഞ്ഞാൽ മതി ഇതാണ്. അപ്പോൾ അത് അനിയനാണ് ഇത് ചുരണ്ടി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഒരു കയ്യിൽ മാത്രം എടുത്ത് അടുത്ത കയ്യിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ടൈം ആവണമല്ലോ. ശരിക്കും ഇത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും നല്ല ഡാർക്ക് കളർ ആവുമെന്ന് പറഞ്ഞു. എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ്. രാവിലെ തന്നെ ഞാൻ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. പുട്ടും കടലക്കറിയും മുട്ട റോസ്റ്റും ആട്ടോ ഉണ്ടാക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ കാണിക്കാത്ത. പുഴുങ്ങിയ മുട്ട ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. എണ്ണയ്ക്കകത്ത് മുക്കിയിട്ടല്ല കേട്ടോ, ശകലം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്തതാണ്. അപ്പോൾ ആ മുട്ടയുടെ പുറംഭാഗമൊക്കെ കുറച്ച് നല്ല റഫായി കിട്ടും. അപ്പോൾ മസാല നന്നായിട്ട് അതിൻ്റെ മുകളിൽ പൊതിഞ്ഞിരിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. മീൻ പൊരിച്ചതിനൊക്കെ പകരമൊക്കെ വേണമെങ്കിൽ കഴിക്കാം. നന്നായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്തിരിക്കും മുട്ട. കുറച്ച് പേരൊക്കെ രാവിലെ എത്തിയിട്ടോ. സൈതറിൻ്റെ അമ്മയും അനിയനും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ലാസ്റ്റ് സെറ്റ് നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും അപ്പം കഴിക്കാനിരുന്നത്. അപ്പോൾ ചിക്കുവിന് കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ട് മാറ്റി തരുമോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കുമ്പോൾ വേണമെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ കഴിക്കാം, പക്ഷെ അമ്മ വാരി തന്നാൽ നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വന്നിരിക്കുക ആൾ. ഇതുപോലുള്ള വീരന്മാരും വീരത്തികളും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഉണ്ടാവും, അറിയാം. ശരിക്കും ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറ് എനിക്ക് ആശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ആശ നെയ്ബറാണ്, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് കറികൾ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ മോര് കറി ഉണ്ടാക്കി, മീൻ കറി ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ക്യാബേജ് തോരനും പിന്നെ ചിക്കൻ ഫ്രൈയും. ഇതാണ് മെനു. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ലാസ്റ്റ് കോരി എടുത്തുകൊണ്ടിരിക്കുക. 2 പാൻ വെച്ച് അതിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-25 പേർക്കുള്ള ഫുഡാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 25 പേരും ഇവിടെ തന്നെയല്ല താമസം, ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പകലൊക്കെ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും, രാത്രി ഉറങ്ങാൻ നേരത്ത് എല്ലാവരും റൂമിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നേ. അമ്മമാരെയും കുട്ടികളെയും എല്ലാം ഒരുമിച്ച് അങ്ങ് ഇരുത്തി എല്ലാവരും ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അടുത്ത സെറ്റും കഴിക്കാനിരുന്നു. അങ്ങനെ ഒരു 4 സെറ്റോളം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ തീർന്നു കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം സൈത്തേട്ടൻ്റെ ചേട്ടനും ഫാമിലിയും ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വീഡിയോ കോൾ ചെയ്യായിരുന്നു. പിന്നെ ലഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും റെസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഒരു പ്രത്യേക രസമല്ലേ, വല്ലപ്പോഴും അല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുള്ളൂ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദനും വന്നു, ചിക്കുവിൻ്റെ ഫ്രണ്ട്സും വന്നു കേട്ടോ. അവർ നാളെ എൻഗേജ്മെൻറ്റിന് ഒരു ഡാൻസൊക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അതിൻ്റെ ഡിസ്കഷനിലാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, ഡാൻസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കളിക്കാമെന്ന് ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചിക്കുവിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ചിക്കുവും നന്ദനും കൂടെ ഒരു ഡാൻസൊക്കെ കളിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ വൈകുന്നേരം ചായ കുടി മേളമായിരുന്നു, ബഹളമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദൻ്റെ അമ്മയും അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നന്ദൻ്റെ മാമൻ്റെ മോളും ഉണ്ടായിരുന്നു, ആശു. നല്ല ക്യൂട്ട് മോളാണ്. അവളും ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ കൂടി കളിക്കുന്നുണ്ട്. നാളെ ഇപ്പം എൻഗേജ്മെൻറ്റ് ഡേ ആണ്. നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ആരും ഉറങ്ങുന്നില്ല, ഡാൻസ് പ്രാക്ടീസാണ് എല്ലാവരും കൂടി. പിന്നെ ഇതൊക്കെ ഒരു രസം അല്ലേ, ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഇഷ്ടമാണോ? നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യണേ, ചുമ്മാ ഒന്ന് അറിയാനാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.